ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അൽഗോരിതത്തില് ഇതാണ് അൽഗോരിതം ഫോർ വൺ പാസ് അസംബ്ലർ. കാണാവോ? ചൂട് വലുതാക്കണോന്ന് അറിയാനാ. അതിന്റെ പിപിക്ക് വേറെ ഇപ്പോഴോ? ഇത് വേറൊരു സൈറ്റിൽ നിന്ന് എടുത്തേ. ഞാൻ ഈ അൽഗോരിതം എന്ത് ചെയ്ത് തപ്പിട്ട് കിട്ടിയില്ല. ഞാൻ അത് ടെക്സ്റ്റിന് പിന്നെ ഞാൻ കോപ്പി എടുത്തിട്ട് തരാം കേട്ടോ. ഇതിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നെന്ന് വെച്ചാ, ഇപ്പം പാസ്വേഡ് അൽഗോരിതം ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഹലോ, പരീക്ഷ എഴുതിയവരുടെ കാര്യ ചോദിക്കുന്നേ. ഏത് പ്രോഗ്രാം? പാസ്വേഡ് ഞാൻ പഠിക്കാൻ സമയം കിട്ടിയില്ല. എന്തായാലും ചെറിയൊരു ഐഡിയ ഉണ്ടല്ലോ പറഞ്ഞ കൂട്ടത്തില്. നമ്മൾ ആ പ്രോബ്ലം ഒക്കെ ചെയ്തും അൽഗോരിതം എഴുതിയും ചെറിയൊരു ഐഡിയ ഉണ്ടല്ലോ. അത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തിയറി ആയിട്ട് പറഞ്ഞ കാര്യം തന്നെ അൽഗോരിതം ആയിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മള് ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യുമ്പോ എന്തായിരിക്കും? സ്റ്റാർട്ട് ഡയറക്റ്റീവ് ആണ് കാണുന്നത്. അപ്പം ഓപ്കോഡിന്റെ പൊസിഷനിൽ സ്റ്റാർട്ട് കാണുകയാണെങ്കിൽ സ്റ്റാർട്ട് കഴിഞ്ഞ് വരുന്ന എന്താണ് വാല്യൂ? സ്റ്റാർട്ട് കഴിഞ്ഞ് എന്താ പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്നേ? മെമ്മറി അഡ്രസ്. മെമ്മറി അഡ്രസ്, ഏതെങ്കിലും ഒരു മെമ്മറി അഡ്രസ് വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പം ആ മെമ്മറി അഡ്രസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിന് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മെമ്മറി അഡ്രസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ വിൽ ബി ഇനീഷ്യലൈസ് ടു 0. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിനി അടുത്ത ലൈൻ റീഡ് ചെയ്യുന്നു. അടുത്ത ലൈൻ റീഡ് ചെയ്യുമ്പം അത് ഓപ്കോഡിന്റെ വാല്യൂ എൻഡ് ആവുന്നിടം വരെ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ ലൈനും പ്രോസസ് ചെയ്യണം. എന്തെന്ന് പറയുന്ന ഡയറക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻസ് തീർന്നെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മള് ലേബൽ ഫീൽഡിൽ സിമ്പിൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ സ്ട്രക്ചർ? ലേബല്, ഓപ്കോഡ്, ഓപ്പറന്റ് അല്ലെ? സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാലോ. അപ്പം ഈ ലേബൽ എന്ന് പറയുന്നത്, ലേബൽ ഫീൽഡിൽ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മള് സിമ്പിൾ ടേബിൾ സെർച്ച് ചെയ്യാം. അപ്പൊ ഓൾറെഡി ഉള്ളതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊന്ന് കുറച്ചോട്ടെ. സിമ്പിൾ വാല്യൂ ഓൾറെഡി സിംടാബില് അങ്ങനെ ഒരു സിമ്പിൾ കണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ സിമ്പിളിന് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ സിമ്പിൾ ടേബിളിൽ എന്നാ സ്റ്റോർ ചെയ്യുന്നേ? സിമ്പിൾസും അതിന്റെ വാല്യൂസും ആണ്. അപ്പം നമ്മള് ലേബൽ ഫീൽഡിൽ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ സിമ്പിൾ നമ്മൾ സിംടാബിൽ സെർച്ച് ചെയ്തപ്പം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നൾ ആണെങ്കിൽ നമ്മൾ ആ നൾ എന്ന് പറയുന്ന വാല്യൂ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. മനസ്സിലായോ? അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ. നമ്മൾ ഈ പോർഷൻ എന്ന് പറയുന്നത് സിമ്പിൾ വാല്യൂ നൾ എന്ന് പറയുന്ന ഈ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ഇല്ലേ? അങ്ങനെയുള്ള സിമ്പിൾസ് ആണ് ഉദ്ദേശിക്കുന്നത് നൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ WRRC ആദ്യം കാണുന്നു. അപ്പൊ അത് കണ്ടപ്പം ഇപ്പൊ അത് ഏത് പൊസിഷനിലായിരിക്കും വരിക? ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ ലേബൽ ഫീൽഡിൽ വരുമ്പോഴാണല്ലോ നമ്മൾ കാണുന്നേ. അത് നോക്കുമ്പം സിമ്പിൾ ടേബിളിൽ നോക്കിയപ്പം എന്താ കണ്ടേ? നൾ വാല്യൂ ആന്നല്ലേ കണ്ടേ? അപ്പം നൾ വാല്യൂ ആന്ന് കാണുമ്പോ ആ കൂടെ കുറച്ച് ലിങ്ക് ലിസ്റ്റും ഇല്ലായിരുന്നോ?
നമുക്ക് ഈ ലേബൽ നമ്മൾ റീച്ച് ചെയ്യുന്നത് എപ്പോഴാ? ഈ പൊസിഷനിലല്ലേ റീച്ച് ചെയ്യുന്നേ? അതെ ആ അപ്പൊ അവിടെ ഒരു ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ഇല്ലേ? കണ്ടോ? ഉണ്ട് ആ ആ 2 ലൊക്കേഷൻ zeros. കൗണ്ടറിന്റെ വാല്യൂ ഈ പറയുന്ന ലേബിള് വേറെ എവിടെയൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്രസ് അല്ലേ നമ്മൾ ഇവിടെ ലിങ്ക് ലിസ്റ്റിലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതെ ആ ആ പൊസിഷനില് ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഈ പറയുന്ന ലേബലിന്റെ കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ആയ 2062 ഈ പറയുന്ന അഡ്രസ്സിൽ പോയി സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ആ ലിങ്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ നൾ എന്ന് പറയുന്ന ഈ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിളിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? ആ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോ? ആ ഓക്കെ നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തന്നെ ഇവിടെ സെന്റൻസ് ആയിട്ട് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിലാണ്. set the symbol value as location counter. സിമ്പിളിന്റെ വാല്യൂ നൾ ആണെങ്കിലാണ് നൾ എന്ന് പറയുന്നത് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് അഡ്രസ്സസ് എല്ലാം കാണുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നു? സിമ്പിൾ വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞ ലാസ്റ്റ്. നമ്മള് ഒരു ലിങ്ക് ലിസ്റ്റ് ഇല്ലേ? ഓക്കെ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ലിങ്ക് ലിസ്റ്റിൽ കുറെ അഡ്രസ്സസുകൾ ഇല്ലേ? ആ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സിമ്പിൾസ് അവിടെ ആയിരുന്നല്ലേ സ്റ്റോർ ചെയ്യണ്ടേ? അതെ ആ ആ പറയുന്ന അഡ്രസ്സുകളിൽ പോയിട്ട് എന്ത് സ്റ്റോർ ചെയ്യണം? ആ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ എന്നിട്ട് ലിങ്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ ഇനി സിമ്പിൾ ഇല്ലെങ്കിൽ എന്താ അർത്ഥം? ലേബിള് നമുക്ക് സിം ടാബ് കേറ്റണ്ടേ? ആഡ് ചെയ്യണം. അപ്പൊ അതാണ് ഈ സിമ്പിൾ കണ്ടാലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ പറയുന്ന ലേബൽ ഫീൽഡിലുള്ള സിമ്പിൾ ടേബിളിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലേബൽ കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ. ക്ലിയർ ആയോ? ഇത്രയും വരെ മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ അൽഗോരിതമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇനി ലേബൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാ പ്രോസസ് ചെയ്യുന്ന? ഓപ് ടാബ് അല്ലേ? അതായത് നമ്മൾ പ്രോസസ് ചെയ്യുക, ഈ ലേബൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓപ്പ് കോഡിലോട്ടാണ് നോക്കുന്നത്. ഇനി ഈ പറയുന്നത് ഓപ്പ് കോഡിന്റെ പൊസിഷനിലുള്ള ഈ ഇത് ഓപ്പ് ടാബിൽ ഉണ്ടോന്ന് സെർച്ച് ചെയ്യുന്നു. സിമ്പിൾ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്യുക. ഇനി ഓപ്പ് കോഡിന്റെ വാല്യൂ വേർഡ് ആണെങ്കിലോ എന്ത് ചെയ്യും? ലൊക്കേഷൻ കൗണ്ടറിലോട്ട് വാല്യൂ 3 ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വേർഡ് എന്ന് പറഞ്ഞാൽ വേർഡ് കഴിഞ്ഞിട്ട് എന്താ ഒരു ഇന്റിജർ വാല്യൂ അല്ലേ വരുന്നേ? അതിനെ അപ്പൊ തന്നെ കൺവേർട്ട് ചെയ്യുന്നു അതിന്റെ ഒബ്ജക്ട് കോഡിലോട്ട്. മനസ്സിലായോ? കണ്ടില്ലേ? if opcode equal to word, add 3 to location count and convert it into the object code. കാരണം അവിടെ വാല്യൂ അല്ലേ വരുന്നേ? അപ്പൊ അതിനെ നമുക്ക് ഹെക്സാഡെസിമൽ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം 1 പാസ് അസംബ്ലർ അല്ലേ? അപ്പൊ നമ്മൾ അപ്പൊ തന്നെ കോഡ് ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാണ് സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്ത് കഴിഞ്ഞ്. ലൊക്കേഷൻ കൗണ്ടറിൽ അഡ്രസ് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ തന്നെ അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ സോറി ഒരു കാര്യം കൂടി ഉണ്ടേ. നമ്മള് ഓപ്പ് ടാബിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ ഒന്നും കൂടി പറയാം. ലേബിൾ വരെ പ്രോസസ് ചെയ്താൽ മനസ്സിലായല്ലോ? ഇനി നമ്മൾ പ്രോസസ് ചെയ്യുന്ന ഓപ്പ് കോഡ് പൊസിഷനിലുള്ളതാണ് പ്രോസസ് ചെയ്യേണ്ടത്. അതായത് ഈ പറയുന്ന പൊസിഷനിൽ എന്തൊക്കെ വരാം? ഇവിടെ ഈ പറയുന്ന ബൈറ്റ് വരാം, പിന്നെ എന്തൊക്കെ വരാം? റിസർവേർഡ് വരാം, വേർഡ് വരാം,
റിസർവ് ബൈറ്റ് വരാം, പിന്നെ ഈ പറയുന്ന ഓപ്പ് കോഡുകളും വരാം അല്ലെ. അതെ ആ അപ്പം നമ്മള് ആദ്യം പ്രോസസ് ചെയ്യുന്നത് ഓപ്പ് കോഡിലെ ഓപ്പ് ടാബിൽ ഉണ്ടോ എന്നാണ് നോക്കണ്ടേ. അപ്പൊ ഓപ്പ് ടാബിൽ ഉണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. സെർച്ച് ഓപ്പ് ടാബ് ഫോർ ഓപ്പ് കോഡ്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പ് കോഡ് കഴിഞ്ഞിട്ടുള്ള എന്താ? ഓപ്പറന്റ് അല്ലേ. അതെ ആ ഓപ്പറന്റിലെ വാല്യൂ സിമ്പിൾ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ സെർച്ച് സിം ടാബ് ഫോർ ഓപ്പറന്റ് അഡ്രസ്. അവിടെ ഉണ്ടെങ്കിൽ സിമ്പിൾ വാല്യൂ നൾ അല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂ സിമ്പിൾ ടേബിളിലുള്ള ആ സിമ്പിളിന്റെ വാല്യൂ എടുക്കും. അത് ഓപ്പറന്റ് അഡ്രസ് ആയിട്ട് ചൂസ് ചെയ്യും. ഓക്കെ നൾ അല്ലെങ്കിൽ. ഇനി സപ്പോസ് ഇത് നൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ലിങ്ക് ലിസ്റ്റിലോട്ട് എൻഡിലോട്ട് ആഡ് ചെയ്യുന്നു ഈ പറയുന്ന ലൊക്കേഷൻ കൗണ്ടറിന്റെ കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ അഡ്രസ് എടുത്ത്. ഓക്കെ ആ മനസ്സിലായോ അത്? അതായത് നമ്മൾ ഈ പറയുന്ന എക്സാമ്പിളില് എവിടാ ഈ പറയുന്ന എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഈ ജെഇക്യു എൻഡ് ഫില്ല് കണ്ടില്ലേ? ആ കണ്ടു ആ ഇനി ഞാൻ ഈ ഓപ്പ് ടാബിൽ നോക്കി, അപ്പൊ ഈ ഓപ്പ് കോഡ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. ഓക്കെ ആ ഇനി ഈ പറയുന്ന ഓപ്പറന്റ് സിമ്പിൾ ടേബിളിൽ നോക്കുക. ഓക്കെ സിമ്പിൾ ടേബിളിൽ നോക്കുമ്പോ അതിന്റെ അകത്തുണ്ടോ അതിന്റെ വാല്യൂ? എന്റെ ഡെഫിനിഷൻ കുറച്ച് കഴിഞ്ഞല്ലേ വരുന്നേ. ആ ഈ അതെ അതെ പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രോസസ് ചെയ്യുമ്പോ ഇതിന്റെ വാല്യൂ ഉണ്ടാവുമോ സിമ്പിൾ ടേബിളില്? ഇല്ല ഇല്ല സിമ്പിൾ വാല്യൂ നള്ളല്ലേ. ആ അതായത് ഇങ്ങനെ ഒരു കേസ് ആയിട്ട് വരത്തില്ലേ? സ്റ്റാർ ഇട്ടിട്ട് ആ അത് നള്ളെന്നുള്ള. അപ്പൊ എന്ത് ചെയ്യണം? ലിങ്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ അകത്ത് ഈ പറയുന്ന ലേബൽ എവിടാ യൂസ് ചെയ്യുന്നേ? ഞാൻ പറയാം. ലേബൽ യൂസ് ചെയ്യുന്നത് ഇവിടെ അല്ലേ. 201B ഓപ്പ് കോഡ് പോവും. അപ്പൊ 201Cയിലല്ലേ ഈ വാല്യൂ വരേണ്ടത്? അതെ നെക്സ്റ്റ് അഡ്രസ്. ആ അപ്പൊ അതല്ലേ നമ്മൾ ഈ അഡ്രസ്സിൽ ലിങ്ക് ലിസ്റ്റിൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ കാര്യത്തിൽ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ സിമ്പിൾ ഉണ്ട്, പക്ഷെ അത് സിമ്പിളിന്റെ വാല്യൂ നൾ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ സിമ്പിൾ വാല്യൂ എടുക്കാം. അവിടെ കണ്ടില്ല, പക്ഷെ സിമ്പിൾ വാല്യൂ നൾ അല്ലാത്ത കേസിൽ എന്താ അർത്ഥം? നമ്മൾ ലിങ്ക് ലിസ്റ്റിലോട്ട് കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ആഡ് ചെയ്യുക. അതായത് 201C ആഡ് ചെയ്തില്ലേ, അതാണ് ഈ പറയുന്നത്. ഇനി ഈ പറയുന്ന സിമ്പിൾ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ആ സിമ്പിൾ ടേബിളിലോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് നൾ എന്ന് പറയുക. ക്ലിയർ ആയോ? ഇനി അതാണ് ഓപ്പ് കോഡ് പ്രോസസ് ചെയ്യുമ്പോൾ. ഇനി ഈ പറയുന്ന ഓപ്പ് ടാബിൽ ഇല്ലാത്ത കേസ്, എന്നിട്ട് ഈ സിമ്പിൾ ടേബിൾ ആഡ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കൗണ്ടർ 3 എന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലസ് കേട്ടോ. അടുത്ത ലൊക്കേഷനിൽ അടുത്ത സിമ്പിൾ ടേബിൾ ആഡ് ചെയ്യണം, സിമ്പിൾ ആഡ് ചെയ്യാനുള്ള അങ്ങനെ ഉണ്ട്. ഇനി ഇപ്പൊ ഓപ്പ് കോഡ് വേർഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു. ഇനി ഓപ്പ് കോഡ് റിസർവേർഡ് ആണെങ്കിലോ? റിസർവേർഡ് കഴിഞ്ഞ് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന അത്ര ഇന്റിജേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 × ഓപ്പറന്റ് ആഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി ഓപ്പ് കോഡ് റിസർവ് ബൈറ്റ് ആണെങ്കിലോ? എത്ര ബൈറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ 1 ലൊക്കേഷൻ അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ബൈറ്റ്സ് എത്രയാണോ അത്ര എടുത്ത് ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഓപ്പ് കോഡ് റിസർവ് ബൈറ്റ് ആണെങ്കിൽ എന്താ അർത്ഥം? റിസർവ് ബൈറ്റ് കഴിഞ്ഞ് പറയുന്ന വാല്യൂ നമ്പർ ഓഫ് ബൈറ്റ്സ് അല്ലേ. ആ നമ്പർ ഓഫ് ബൈറ്റ്സ് എന്ന് പറയുമ്പോ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ 1 ലൊക്കേഷനിലല്ലേ എടുക്കുന്നേ. അപ്പൊ എത്ര ബൈറ്റ്സ് ആണോ അത്രയും ലൊക്കേഷൻസ് അല്ലേ ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്യണ്ടേ. സി ആണ് ബൈറ്റ് എങ്കിൽ സി ക്യാരക്ടർ എന്തേലും 1 ക്യാരക്ടർ ആണെങ്കിൽ 1 ലൊക്കേഷനിലല്ലേ എടുക്കുള്ളൂ. അപ്പൊ കറന്റ് ലൊക്കേഷൻ കൗണ്ടറിലോട്ട് 1 ആഡ് ചെയ്താ പോരെ. അതാണ് ഈ പറയുന്നത്.
ഇനി ഓപ്കോഡ് ബൈറ്റ് ആണെങ്കിലോ, ബൈറ്റിൽ ഇപ്പം സ്ട്രിങ്ങിന്റെ കേസിൽ 11 ബൈറ്റ് സ്ട്രിങ്, അതിൽ ഇപ്പൊ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത് വാല്യൂ ആണ് പറയുന്നത്. ക്യാരക്ടർ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അവിടെ വരിക. അപ്പൊ ആ ബൈറ്റ് കഴിഞ്ഞ് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഓർ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ്. അത് ലൊക്കേഷൻ കൗണ്ടറിലോട്ട് ആഡ് ചെയ്യുന്നു. ഇനി ബൈറ്റ് കഴിഞ്ഞ് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ, അതിനെ അപ്പൊ തന്നെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒബ്ജക്ട് കോഡ് അല്ല എഴുതുന്ന എവിടോട്ടാ? ടെക്സ്റ്റ് റെക്കോർഡിലോട്ടല്ലേ? അപ്പൊ ഈ ഒബ്ജക്ട് കോഡ് സപ്പോസ് ഇപ്പൊ കറന്റ് ടെക്സ്റ്റ് റെക്കോർഡിൽ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ കറന്റ് ടെക്സ്റ്റ് റെക്കോർഡ് ഓൾറെഡി ഫുൾ ആയത് എന്ത് ചെയ്യുന്നു? ഒബ്ജക്ട് പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഒബ്ജക്ട് കോഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട് കോഡ് ടെക്സ്റ്റ് റെക്കോർഡിലോട്ട് ആഡ് ചെയ്യുക. ഒന്നെങ്കിൽ പുതിയതിലോട്ട് അല്ലെ പഴയതിലോട്ട്. കേട്ടോ, പഴയതിലോട്ട് ആഡ് ചെയ്യുന്നത് സ്ഥലം ഉണ്ടെങ്കിൽ. ആ പഴയത് സ്ഥലം ഇല്ലാത്തപ്പോ പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മളിപ്പോ പ്രോസസ് ചെയ്ത ഒബ്ജക്ട് കോഡ് ആഡ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഈ പറയുന്ന ലിസ്റ്റിംഗ് ലൈൻ എഴുതി അടുത്ത ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യുന്നതാണ്, അടുത്ത ഇൻസ്ട്രക്ഷൻ കോഡ് റീഡ് ചെയ്യാന്നുള്ളതാണ് റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ. അപ്പം ഇനി എൻഡയറക്റ്റീവ് വരെ ഇത് റീഡ് ചെയ്യും. എൻഡയറക്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ഒബ്ജക്ട് കോഡിലോട്ട് എഴുതാലോ. കംപ്ലീറ്റ് ആയോണ്ട് ഇനി എൻ റെക്കോർഡ് എൻഡയറക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ എൻ റെക്കോർഡും എഴുതാലോ. ഇത്രേ ഉള്ളൂ വൺ പാസ് അസംബ്ലറിന്റെ അൽഗോരിതം. മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ ഇത് വെച്ചിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. നോക്കിക്കോണേ. ഈ കൂടെ എല്ലാം വായിച്ചു പോകുന്നുണ്ടോ സുരേഷ്? പഠിച്ചില്ലേലും വായിച്ചു പോകുന്നുണ്ടോ? ക്ലാസ് കഴിയുമ്പോഴാണോ അതോ? അല്ല ഇപ്പോഴേലും ആയിട്ട്. ഞാന് കഴിഞ്ഞ എക്സാമിന് വരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുവായിരുന്നു, സമയം കിട്ടുമ്പോ നോക്കുമായിരുന്നു. എന്തായാലും എക്സാമിന് വരെ അത് നോക്കിയായിരുന്നു മൊഡ്യൂൾ 2. ഞാന് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാറുണ്ട്, ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ മാത്രം കംപ്ലീറ്റ് ചെയ്തില്ല. അത് ഒബ്ജക്റ്റ് കോഡ് അതിന്റെ സ്ട്രക്ചർ എഴുതുന്നത് അത് കുറച്ച് എഴുതി. ടെക്സ്റ്റ് റെക്കോർഡ് അല്ല ഹെഡ് റെക്കോർഡ് ടെക്സ്റ്റ് റെക്കോർഡ് പാടില്ലായിരുന്നു. സിമ്പിൾ ആയിട്ടൊക്കെ കുറച്ച് ഇട്ടെന്ന് തോന്നുന്നു. കാരണം ഓർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നത് അങ്ങനെയൊക്കെ വന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും പക്ഷെ വേറെ കാര്യം ഉണ്ടോ, കാരണം 2 എക്സാം അതായതുകൊണ്ട് ഒരു ഇതുണ്ടായത്. കാരണം ആദ്യ SS ആയതുകൊണ്ട് പിന്നെ അടുത്ത എഴുതുന്നതൊക്കെ ഒരു കാര്യങ്ങൾ, പിന്നെ കുറെ വെട്ടക്കുത്തൊക്കെ ഇടക്കിടയ്ക്ക് വന്നു പ്രോഗ്രാം ഒക്കെ എഴുതിയപ്പോ. അതുകൊണ്ട് പിന്നെ സ്പീഡിൽ എഴുതുന്നോണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇതായിട്ട് സമയം ഒരു ഇതായിരുന്നു എഴുതാനൊക്കെ ആയിട്ട്. എന്നാലും കുഴപ്പമില്ല, എഴുതിയിട്ടുണ്ട്. മിസ് നോക്കി മാർക്കിട്ടാ മതി. കാരണം ഹാൻഡ് റൈറ്റിങ്ങും വെട്ടക്കുത്തൊക്കെ വെച്ചിട്ട് മാർക്ക് കുറയ്ക്കണ്ട. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതിനെ കാണുമെന്ന് എനിക്കറിയില്ല. അടുത്ത സീരീസിലൊക്കെ കാണുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. മാർക്കാണോ? അല്ല, വന്ന് എഴുതുന്നേ. നിങ്ങളൊക്കെ തന്നെ രണ്ടാമത്തെ സീരീസിന് കാണുമെന്നും കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ശരത്തെ ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചായിരുന്നോ? മറ്റേതായിട്ട് ഏതാണ്ട് ഒരേപോലെ തന്നെ ഉണ്ട്. അതെ, ഒരുപോലെ നമ്മള് ഒരൊറ്റ സിംഗിൾ പ്രോസസ്സില് പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. ഇനി ഇത് ചോദിക്കാറുള്ളതാണ് വൺ പാസ് അസംബ്ലർ എന്നും പറഞ്ഞ അൽഗോരിതം. അപ്പൊ എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് പാസ് വണ്ണുമായിട്ട് വെച്ച് മാറി എഴുതാറുണ്ട് അൽഗോരിതം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ കേട്ടോ.
ഹലോ ഓക്കെ ശീതളെ, എങ്ങനെയുണ്ട്? ഓക്കെ രണ്ടാമത്തെ സീരീസിന് വരണം കേട്ടോ. ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ വന്ന് എഴുതാൻ പറ്റുമോ മിസ്? ഫസ്റ്റ് സീരീസ് തന്നെ ഇങ്ങനെ പറയാറുണ്ട്, വന്നിട്ടില്ല. സമയം കിട്ടാത്തോണ്ടാണ് മിസ്. വാഗ്ദാനങ്ങൾ നൽകാറേ ഉള്ളൂ. കഴിഞ്ഞ സമയം ഇതുപോലായിരുന്നു എന്നൊന്നും പറയണ്ട. വരുമെങ്കിൽ ഞാൻ എഴുതിക്കാം, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ പ്രോഗ്രാം ബ്ലോക്ക് ആണ്. മെഷീൻ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പഠിച്ചില്ലായിരുന്നോ? ലിറ്ററൽസ്, ഇക്യു, ഓറിജിൻ, പ്രോഗ്രാം ബ്ലോക്ക്, കൺട്രോൾ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. അതിലെ ഈ യൂസ് എന്ന് പറയുന്ന ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ്. അതിനും ഉണ്ട് അൽഗോരിതമേ. അത് ഞാൻ ഇച്ചിരി ഓടിച്ചു വിട്ടാ പോയേ. ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞു തരാം. ഇവിടെ ഒരു അൽഗോരിതം കൂടി ഉണ്ട്. പ്രോഗ്രാം ബ്ലോക്കിൽ നമ്മൾ ചെയ്യുന്നത്, ഓൾറെഡി ഉള്ള ഒരു കോഡിനെ, ഇതാണ് നമ്മുടെ സാമ്പിൾ കോഡ്, അതിനെ നമ്മൾ ഒന്ന് ലോജിക്കലി റീഅറേഞ്ച് ചെയ്യാണ്. എന്നിട്ട് പല പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ 3 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡീഫോൾട്ട് ബ്ലോക്ക് ഉണ്ട്, ഒരു സി ഡേറ്റ ബ്ലോക്ക് എന്നുണ്ട്, സി ബ്ലോക്ക് എന്നും പറഞ്ഞുണ്ട്. കണ്ടോ? ഇനി ഈ ഒറിജിനൽ ഈ സോഴ്സ് കോഡിനെ എങ്ങനെ ഈ 3 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആദ്യത്തെ പ്രോഗ്രാം ലൈൻ തുടങ്ങി, കോപ്പി സ്റ്റാർട്ട് 0. സ്റ്റാർട്ട് കണ്ടപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുകയെന്ന് മനസ്സിലായി. ഇനി ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോസസ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ലൈൻസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഒരു യൂസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കണ്ടോ? ഇതൊരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. യൂസ് കഴിഞ്ഞിട്ട് ഒരു പേര് കണ്ടോ? സി ഡേറ്റ എന്ന്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഒരു പ്രോഗ്രാം ബ്ലോക്ക് തുടങ്ങുകയാണ്. ഒരു പ്രോഗ്രാം ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ആ പ്രോഗ്രാം ബ്ലോക്കിന്റെ പേര് സി ഡേറ്റ ആണ്. ഇനി ഈ ബ്ലോക്ക് നെയിം കഴിഞ്ഞിട്ട് വരുന്ന എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതെല്ലാം ഈ പറയുന്ന ബ്ലോക്കിൽ പെടുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം യൂസ് സി ഡേറ്റ കഴിഞ്ഞ് 2 ഇൻസ്ട്രക്ഷൻ വരുന്ന കണ്ടോ? ഈ പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസും സി ഡേറ്റ എന്ന് പറയുന്ന ബ്ലോക്കിൽ പെടുന്നതാണ്. ഇനി ഈ 2 ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞപ്പോ അടുത്തൊരു യൂസ് ഡയറക്റ്റീവ് ഉണ്ടോ? അത് കഴിഞ്ഞ ഒരു പ്രോഗ്രാം നെയിം, ഒരു ബ്ലോക്ക് നെയിം കണ്ടോ? സി ബ്ലോക്ക് എന്ന്. അപ്പം ഈ ബ്ലോക്ക് കഴിഞ്ഞ് കുറെ ഇൻസ്ട്രക്ഷൻസ് കണ്ടോ? അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഏതിൽ പെടും? ഈ സി ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നാണ് അർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു യൂസ് ഉണ്ടോ? അതിന്റെ അവിടെ തൊട്ടടുത്ത് ബ്ലോക്ക് നെയിം ഉണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ബ്ലോക്ക് എന്നാണ് അർത്ഥം. യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് കഴിഞ്ഞിട്ട് ബ്ലോക്ക് നെയിം ഇല്ലെങ്കിൽ that block refers to default block. ക്ലിയർ ആയോ? ഇനി ഇപ്പൊ 3 ബ്ലോക്ക് ആകുമ്പോ 3 ബ്ലോക്ക് ആണ് ഇപ്പൊ നമ്മൾ കറന്റ്ലി പഠിക്കുന്ന എക്സാമ്പിൾ കോഡിന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ 3 ബ്ലോക്കിനും നമ്മൾ സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ യൂസ് ചെയ്യും. 3 ബ്ലോക്കിനും സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ യൂസ് ചെയ്യും. ലൊക്കേഷൻ കൗണ്ടർ എന്തിനാ? മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ഇൻസ്ട്രക്ഷനും. ഇനി ഓരോ ലൊക്കേഷൻ കൗണ്ടർ ഇന്ന ബ്ലോക്കിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ അറയിലൊക്കെ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യല്ലേ? A0, A1 എന്നൊക്കെ പറയല്ലേ? അപ്പം നമുക്ക് ഈ പറയുന്ന ലൊക്കേഷൻ കൗണ്ടറിനും ഇതുപോലെ ith ലൊക്കേഷൻ എന്ന് പറയുന്നത് ith ബ്ലോക്കിനെ ആയിരിക്കും റെഫർ ചെയ്യാം.
ഇപ്പൊ ഡീഫോൾട്ട് ബ്ലോക്കിന് നമ്മൾ കൊടുക്കുന്ന നമ്പർ ബ്ലോക്ക് നമ്പർ 0 ആണ് കൊടുക്കുക. അപ്പം 0 ഡീഫോൾട്ട് ബ്ലോക്കിന്റെ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലൊക്കേഷൻ 0 എന്നായിരിക്കും. മനസ്സിലായോ? ഫുൾ ഇൻസ്ട്രക്ഷനും എല്ലാം 0 തന്നെ ആയിരിക്കണം അല്ലേ? ഓരോ ഇൻസ്ട്രക്ഷനെ നമ്മൾ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ 0-ലാണ് വാല്യൂ ആഡപ്പ് ആയി പോകുന്നത്. ഇനി 1 എന്ന് പറയുന്ന ബ്ലോക്ക് നമ്പർ ഈ എക്സാമ്പിളിൽ നമ്മൾ അസൈൻ ചെയ്യുന്നത് ബ്ലോക്ക് സി ഡേറ്റയ്ക്കാണ്. അപ്പൊ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ലൊക്കേഷൻ 1 എന്നായിരിക്കും പറയാ. മനസ്സിലായോ? ഇനി ബ്ലോക്ക് നമ്പർ 2 ആണ് സി ബ്ലോക്കിന് അസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ലൊക്കേഷൻ ഇൻഡെക്സിൽ 2 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും പെടുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അപ്പം ഈ യൂസ് സി ഡേറ്റയ്ക്ക് മുമ്പുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ടല്ലോ, സ്റ്റാർട്ട് മുതൽ ജെ വരെ, ഇതെല്ലാം ഡീഫോൾട്ട് ബ്ലോക്കിൽ പെടുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 0 ഇനീഷ്യലൈസ് ചെയ്യുന്നു, ബ്ലോക്ക് 0-ൽ പെടുന്നു. ഇനി 0 ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതില് ബ്ലോക്ക് 0-ൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതില് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് അതില് 3 ആഡ് ചെയ്യുന്നു. ലൊക്കേഷൻ കൗണ്ടർ 0-യുടെ വാല്യൂ 3. അപ്പൊ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്ന കണ്ടോ? ഇനി ഈ യൂസ് കാണുന്നിടം വരെ നമ്മൾ ഈ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. യൂസ് ഡയറക്ടറി കാണുന്നിടം വരെ. യൂസ് ഡയറക്ടറി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അടുത്തൊരു ബ്ലോക്ക് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ഓഫ് ദി ഡീഫോൾട്ട് ബ്ലോക്ക് വിൽ ബി സേവ് ചെയ്ത് വെക്കും. അതിന്റെ ഇപ്പൊ വാല്യൂ എന്താവും? 0024 അല്ലേ ജെ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എടുക്കുന്നത്. അപ്പൊ ജെ എന്ന് പറയുന്നത് ഓപ്കോഡ് ആവുമ്പോ അത് ഇൻക്രിമെന്റ് ചെയ്ത് ലൊക്കേഷൻ കൗണ്ടറിന്റെ പുതിയ വാല്യൂ എന്താവും? 0027. അപ്പം അതിപ്പം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് യൂസ് എന്ന് പറയുന്ന ഡയറക്ടറി കാണുമ്പോൾ പുതിയ ബ്ലോക്ക് തുടങ്ങുക എന്ന് മനസ്സിലായി. അപ്പൊ അത് ആദ്യമായിട്ടാ കാണുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്യും? 0. പക്ഷെ ബ്ലോക്ക് നമ്പർ 1 ആയിരിക്കും. അപ്പൊ ലൊക്കേഷൻ കൗണ്ടർ 1-ന്റെ വാല്യൂ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യും. കണ്ടോ? ഇനി യൂസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തുടങ്ങുന്ന ഇൻസ്ട്രക്ഷൻ RETADR ആണ്. അതിന് 0th അഡ്രസ് ആണെങ്കിൽ ഈ പറയുന്ന ലേബൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ റിസർവേർഡ് അല്ലേ ഓപ്കോഡിന്റെ വാല്യൂ? ഇവിടെ 1 ആണ് ഇന്റിജർ പറഞ്ഞിരിക്കുന്നത്, ഓപ്പറന്റ് വാല്യൂ. അതായത് ഒരു ഇന്റിജർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ റിസർവ് ചെയ്യുന്നത്. അപ്പം ഒരു വേർഡിന് 3 സ്പേസ് എടുക്കുമെങ്കിൽ ആ 3 ആഡ് ചെയ്ത് ഇപ്പൊ എത്രയായി? 3 ആയില്ലേ? അത് ലെങ്ത് എന്ന് പറയുന്ന ലേബലിന് അസൈൻ ചെയ്യും. ഇനി ഈ ലെങ്ത്തിന് റിസർവ് വേർഡ് ആണ് വരുന്നത് ഓപ്കോഡ്. ഒരു ഇന്റിജർ ആണ് റിസർവ് ചെയ്യുന്നത് അല്ലെ ഒരു വേർഡ്. അപ്പൊ എത്ര ലൊക്കേഷൻ എടുക്കും? +3 അല്ലേ? അപ്പൊ അത് ഇൻക്രിമെന്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കിയപ്പോ എന്താ? ഒരു യൂസ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് അല്ലേ? അപ്പൊ ലൊക്കേഷൻ കൗണ്ടർ ഓഫ് block number 1 will be saved as 6. അപ്പൊ അവിടെ സേവ് ചെയ്ത് വെക്കും. അപ്പം പുതിയ യൂസ് കണ്ടു, അത് പുതിയ ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതിന് ഇൻസ്ട്രക്ഷനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 അഡ്രസ് കൊടുക്കുന്നു. കണ്ടോ? ഇനി ഇവിടെ റിസർവ് ബൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് 4096. അത് നമ്മൾ ഇന്റിജർ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഹെക്സാഡെസിമൽ കൺവേർഷൻ ഒന്ന് കാണിക്കാനാണ്. ഇവിടെ ഡെസിമൽ വാല്യൂ 4096 ആണ്. 4096 അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 എന്നാണ് ഹെക്സ് നമ്പർ. അതാണ് നമ്മുടെ ഈ പറയുന്ന എക്സാമ്പിളിൽ കാണുന്നത്. കണ്ടോ?
അപ്പൊ 1000 ആണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആ ക്ലിയർ. ബഫറിന് 1000 വന്നത് റിസർവ് ബൈറ്റ് കഴിഞ്ഞ് 4096, അത് നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ്. അത് പക്ഷെ ഇന്റിജർ വാല്യൂ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മള് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് കിട്ടിയപ്പോ 1000. അപ്പൊ 0 1000 ആഡ് ചെയ്യുമ്പോ 1000 തന്നെയല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയി. ഇവിടെ EQ സ്റ്റാർ എന്ന് കണ്ടോ? കണ്ടു. അത് കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ തന്നെ അടുത്തതിനും യൂസ് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ ആ. അപ്പൊ 1000 എന്നുള്ള മാക്സ്ലെനും EQ അവിടെ അതായിരിക്കും സ്റ്റോർ ചെയ്യുക, ബഫൻ മൈനസ് ബഫറിന്റെ വാല്യൂ കേട്ടോ. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അവിടെ വരിക കേട്ടോ. മാക്സ്ലെന്റെ വാല്യൂ അതായിട്ട് എടുക്കുന്നേ ഉള്ളൂ. EQ ഓർമ്മയില്ലേ? ഇന്ന വാല്യൂ ആയിട്ട് എന്താണ് അതിന്റെ വാല്യൂ? മാക്സ്ലെന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ബഫൻ മൈനസ് ബഫർ. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി ഇവിടെ ഇപ്പൊ 1000 ആയി. 1000 കഴിഞ്ഞ് അടുത്ത ലൈൻ നോക്കിപ്പോ എന്തായി? ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ 1000 എന്ന് അവിടെ കിടക്കും. ഇനി നോക്കിപ്പോ അടുത്ത യൂസ് വന്നു, പക്ഷെ ബ്ലോക്ക് നെയിം ഇല്ലെങ്കിലും അത് ഡീഫോൾട്ട് ബ്ലോക്കിനല്ലേ ഡിനോട്ട് ചെയ്യുന്നേ. അത് ഓൾറെഡി നമുക്ക് ബ്ലോക്ക് ടേബിൾ നോക്കുമ്പോ ഓൾറെഡി ഉള്ളതാന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യുന്നു? പ്രീവിയസ്ലി സ്റ്റോർ ചെയ്ത വാല്യൂ എത്രയായിരുന്നു? ഇവിടെ ആയിരുന്നു 0024. അത് ഇൻക്രിമെന്റ് ചെയ്ത് 27 അല്ലായിരുന്നു. അപ്പൊ ഇവിടെ 27 അസൈൻ ചെയ്യും. 27 ആയിരിക്കും ഡീഫോൾട്ട് ബ്ലോക്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്ന ഇവിടെ ആണ്. അപ്പം 27 ഈ ഇൻസ്ട്രക്ഷന് സ്റ്റോർ ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ അടുത്ത ഡിഫോൾട്ട് ബ്ലോക്ക് വരുമ്പോഴും അതിന്റെ ബ്ലോക്കിന്റെ 0 തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ? ഇല്ല അങ്ങനല്ല. ബ്ലോക്ക് 0 ആണ്. അത് ഡിഫോൾട്ട് ബ്ലോക്കിൽ നമ്മൾ ബ്ലോക്ക് 0 ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ഇതിങ്ങനെ ബ്ലോക്കിലെ 0 സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ടിൽ അനദർ യൂസ് കാണുന്നിടം വരെ. കണ്ടോ? അപ്പൊ അനദർ യൂസ് എന്ന് പറയുമ്പോ ഇവിടെ സി ഡേറ്റയാണ്. അപ്പൊ ബ്ലോക്ക് ടേബിൾ നോക്കുമ്പോ ഓൾറെഡി ഉള്ളതാണ്. സി ഡേറ്റയുടെ നമ്മൾ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത് എത്രയായിരുന്നു? 6 അല്ലേ? അപ്പം അടുത്ത ഇതിലുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. 6 അസൈൻ ചെയ്ത കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ് അസൈൻ ചെയ്ത് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ പോകുന്നു. ക്ലിയർ ആയോ? ഓരോ ബ്ലോക്കിനും ഇനി ഇവിടെ ഈ ഡിഫോൾട്ട് ബ്ലോക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തീരുന്നു. അപ്പൊ 004 അല്ലേ? ഇതൊരു ഓപ്പ് കോഡ് ആണ്. +3 ചെയ്യുമ്പോൾ 004D. അപ്പൊ അടുത്ത യൂസ് കണ്ടോ? 004Dയില് യൂസ് ഡിഫോൾട്ട് ബ്ലോക്കിന്റെ താഴെ ഇത് കൊടുക്കുന്നു. കണ്ടോ? ഇങ്ങനെ ആയിരിക്കും നമ്മൾ അഡ്രസ് അസൈൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് പാസ് 1ലും പാസ് 2ലും എന്താ നടക്കുന്നതെന്ന് നോക്കാം. പ്രോഗ്രാം ബ്ലോക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം. സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ ഓരോ ബ്ലോക്കിനും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലൊക്കേഷൻ കൗണ്ടർ ഓരോ ബ്ലോക്കിനും ഇനീഷ്യലൈസ്ഡ് 0 ആയിരിക്കും ഫസ്റ്റ് ടൈം ആ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇനി കറന്റ് ലൊക്കേഷൻ കൗണ്ടർ വിൽ ബി സേവ് വെൻ സ്വിച്ചിങ് ടു അനദർ ബ്ലോക്ക്. ഇത് പിന്നെ സേവ്ഡ് വാല്യൂ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രീവിയസ് ബ്ലോക്ക് റെസ്യൂം ചെയ്യുന്നു. ആഫ്റ്റർ പാസ് 1 the symbol table will be having labels with block number along with address. Late pass 1 ഇപ്പം ലാസ്റ്റ് പാസ് 1 എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇൻഡയറക്ട്ലി വരെ പ്രോസസ് ചെയ്ത് കഴിയുമ്പം നമ്മള് ഓരോ ബ്ലോക്കിന് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ ഉണ്ടല്ലോ, അതിന്റെ ലേറ്റസ്റ്റ് വാല്യൂ എന്താണോ അത് ലെങ്ത് ഓഫ് ദി ബ്ലോക്ക് ആയിട്ട് സ്റ്റോർ ചെയ്യും കേട്ടോ. ഓരോ ബ്ലോക്കിന്റെ ലാസ്റ്റ് അഡ്രസ് വരുന്നല്ലേ? ലാസ്റ്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ നമ്മള് ഓരോ ബ്ലോക്കിന് ലൊക്കേഷൻ 0 ആണെങ്കിൽ ബ്ലോക്ക് നമ്പർ 0, ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ബ്ലോക്ക് നമ്പർ 1. അപ്പൊ നമ്മൾ അവിടെ ബ്ലോക്ക് നമ്പർ 0ക്ക് ആ ലെങ്ത് സ്റ്റോർ ചെയ്യുന്നു, 1ന് അതിന്റെ ലെങ്ത് സ്റ്റോർ ചെയ്യുന്നു, 2 അതിന്റെ ലെങ്ത് സ്റ്റോർ ചെയ്യും. ഇതാണ് പാസ് 1ൽ നടക്കുന്നത്. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഈ പാസ് 2ലാണ് നമ്മുടെ ആക്ച്വൽ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അസംബ്ലർ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ അഡ്രസ് ഓരോ
പ്രോഗ്രാമിന് റിലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്ത് ലേബൽ അഡ്രസ് വിത്ത് ഇറ്റ്സ് ബ്ലോക്ക് സ്റ്റാർട്ടിങ് അഡ്രസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. എന്റെ അൽഗോരിതം വരുന്ന ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അൽഗോരിതം ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ആ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇവിടെ നോക്കുക, നമ്മൾ ബ്ലോക്ക് നമ്പർ 0 ലൊക്കേഷൻ കൗണ്ടർ ഇനീഷ്യലൈസ് ടു 0 ഫോർ ഓൾ ഐ. അത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ലൈൻ പാസ് അല്ലേ സർ? പാസ് 1. പാസ് 1 ആ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ സെന്റൻസ് ആയിട്ട് എഴുതിയത്, ഓക്കെ ഓക്കെ. ആ അൽഗോരിതം ആയിട്ട് പറയുന്നുണ്ട്. ആ അൽഗോരിതം ഒന്ന് പറയാണ്. ഞാൻ അന്ന് അൽഗോരിതം പറഞ്ഞില്ലായിരുന്നു, അതൊന്നും കൂടി ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാ ക്ലോസിനും അൽഗോരിതം ഉണ്ടല്ലേ എല്ലാത്തിനും? ആ ഉണ്ട്. ഇത് മൊത്തം അൽഗോരിതത്തിന്റെ പരിപാടികളാണ്. ഇതെല്ലാം കൂടി പഠിച്ച് കുളവാക്കും. അതാണ് പ്രശ്നം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ. കണക്റ്റഡാ മൊത്തം. അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കണം. പ്രോഗ്രാം ബ്ലോക്കിന്റെ അൽഗോരിതം ഓൾറെഡി ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് അത് വലിയ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ഈ മൊഡ്യൂളില് മറ്റേത് പഠിച്ചോണം. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ 1 പാസ് അസംബ്ലറിന്റെ അൽഗോരിതം പഠിപ്പിച്ചില്ലേ, അത് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഇത് പഠിച്ചില്ലേലും കുഴപ്പമില്ല. ഇതിന്റെ അൽഗോരിതം എടുത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതിയാലും മതി. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയാലും മതി. അൽഗോരിതം ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടില്ല കേട്ടോ. ആ, പ്രോഗ്രാം ബ്ലോക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോ ഇത് അങ്ങോട്ട് എഴുതിയാൽ മതി. പാസ് 1 എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, പാസ് 2 എങ്ങനെയാണ് കേട്ടോ. ഈ അൽഗോരിതം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് വിട്ടുന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പഠിക്കാൻ നേരത്തെ ഇത് എടുത്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ എല്ലാം കൂടി കുളവാക്കും നിങ്ങൾ കേട്ടോ. പഠിച്ചാ കൊള്ളാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പാസ് 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങള് അൽഗോരിതമായിട്ട് പറയാണ്. ഇവിടെ പറയുന്നത് ബ്ലോക്ക് നമ്പറിന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ആദ്യത്തെ ബ്ലോക്ക് നമ്പറിന് 0 എന്ന് കൊടുക്കുന്നു. ഇനി ഓരോ ബ്ലോക്കിന്റെയും ലൊക്കേഷൻ കൗണ്ടർ ഇസ് ഇനീഷ്യലൈസ് ടു 0 ഫോർ ഓൾ ഐ. ഈ ഐ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഓരോ ബ്ലോക്ക് നമ്പർ. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് നമ്പറിന്റെ വാല്യൂ ആണ് 0. റീഡ് ദി ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ. ഫസ്റ്റ് ഇൻപുട്ട് ലൈനിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഡയറക്ടറി കാണുമ്പോൾ ഈ പറയുന്ന ലൈന് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് എഴുതുന്നു. ഇനി അടുത്ത ലൈൻ റീഡ് ചെയ്യും. അടുത്ത ലൈൻ റീഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഓപ്കോഡ് വാല്യൂ എൻഡയറക്റ്റീവ് ആണോ എന്ന് യൂസ് ചെയ്യുന്നു. അല്ലാന്ന് കാണുമ്പോൾ നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യുന്നത് യൂസ് ഡയറക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. യൂസ് ഡയറക്റ്റീവ് ആവുമ്പോഴാണല്ലോ നമ്മളത് പ്രോഗ്രാം ബ്ലോക്ക് ആണെന്ന് മനസ്സിലാവുന്നത് അല്ലേ? ആ, ഇനി യൂസ് എന്ന് പറയുന്ന ഡയറക്റ്റ് കാണുമ്പോ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. യൂസ് കഴിഞ്ഞ് ഒന്നെങ്കിൽ ഒരു ബ്ലോക്ക് നെയിം കാണും, ഇല്ലെങ്കിൽ ബ്ലോക്ക് നെയിം ഇല്ലാതെയും വരാം അല്ലെ? ഇങ്ങനെയുള്ള 2 കേസസ് അല്ലേ വരുന്നേ? ആ 2 കേസസ് ആണ് ഇവിടെ പറയുന്നത്. അവര് നോക്കുകയാണ് ഇഫ് ദർ ഇസ് നോ ഓപ്പറൻ നെയിം, അതായത് ബ്ലോക്ക് നെയിം ഉണ്ടോ. ആ ബ്ലോക്ക് നെയിം കൊടുക്കുന്നത് എവിടെ? ഓപ്പറൻ ഫീൽഡിന്റെ പൊസിഷനിലല്ലേ? അപ്പൊ അവിടെ ഒരു നെയിമും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബ്ലോക്ക് നെയിമിനെ നമ്മൾ ഡീഫോൾട്ട് ബ്ലോക്ക് എന്ന് വിളിക്കും. എൽസ് ബ്ലോക്ക് നെയിം എന്താണോ ഓപ്പറൻ നെയിമിൽ ഉള്ളത് അതായിരിക്കും ബ്ലോക്ക് നെയിം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്പറൻ ഫീൽഡിൽ ഒരു പേരുണ്ടെങ്കിൽ അത് ബ്ലോക്ക് നെയിം ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ പറയുന്ന ബ്ലോക്ക് നെയിമിന്റെ എൻട്രി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു ബ്ലോക്ക് ടേബിളില്. ആ ബ്ലോക്ക് ടേബിളിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ടേബിള്. അതിൽ നമ്മൾ ബ്ലോക്ക് നെയിം, ബ്ലോക്ക് നമ്പർ, അഡ്രസ്, ലെങ്ത് ഇങ്ങനെയുള്ള ഫീൽഡുകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ കൺസിഡർ ചെയ്ത നമ്മളിപ്പം വന്നിരിക്കുന്ന ലൈനില് ബ്ലോക്ക് നെയിം ഉള്ളതാണെങ്കിൽ, യൂസ് കഴിഞ്ഞ് ബ്ലോക്ക് നെയിം ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ ബ്ലോക്ക് നെയിം ഈ ബ്ലോക്ക് ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ ബ്ലോക്ക് നെയിമിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി എൻട്രി ഇല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ എൻട്രി ടേബിളിൽ ഇല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക ബ്ലോക്ക് നെയിം, ബ്ലോക്ക് നമ്പർ. എന്നിട്ട് ബ്ലോക്ക് നമ്പറിന്റെ വാല്യൂ അടുത്തത് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? ബ്ലോക്ക് നെയിം ഇപ്പം
ഏതാന്ന് കൊടുക്കുക, ആദ്യം അല്ലെങ്കിൽ ഞാൻ കാണുകയാണ് യൂസ് സി ഡേറ്റ എന്നല്ലേ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ബ്ലോക്ക് 0 എടുത്തിരുന്നു. യൂസ് കാണുമ്പോ എന്താ സി ഡേറ്റ എന്ന് കേട്ടുന്നു. ബ്ലോക്ക് നമ്പർ 1 അല്ലേ, അത് ഇൻക്രിമെന്റ് ചെയ്ത് അടുത്തതിലോട്ട് പോയിന്റ് ചെയ്ത് 2 എന്ന് പറഞ്ഞ് പോയിന്റ് ചെയ്ത് വെക്കുക. ബ്ലോക്ക് നമ്പർ 1 ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. സി ഡേറ്റ എന്നും ബ്ലോക്ക് നമ്പർ 1 എന്നും ഇൻസേർട്ട് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ടൈം ഇതാ പ്രോസസ് ചെയ്യുന്നെങ്കിൽ. ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കാമല്ലോ. അതിനാണ് ബ്ലോക്ക് നമ്പർ ++ കൊടുത്തത്. 0 ആണ് ക്രോസ് ചെയ്യുന്നെങ്കിൽ അടുത്ത പോയിന്റർ 1 ആയിരിക്കും. ആ, അതപ്പം ഡീഫോൾട്ട് ബ്ലോക്ക് എൻ്റർ ചെയ്യുമ്പം ബ്ലോക്ക് നമ്പർ ഓൾറെഡി ഇൻക്രിമെന്റ് ചെയ്ത് വെക്കും. 0 വെച്ച് കഴിഞ്ഞിട്ടേ ഇൻക്രിമെന്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടാണ് ++ന്റെ വർക്കിംഗ് അറിയാലോ. പോസ്റ്റിന്റെ കറന്റ് വാല്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻക്രിമെന്റ് ചെയ്യും. 1 എന്നുള്ള ബ്ലോക്ക് ഇപ്പൊ യൂസ് സി ഡേറ്റ ആണ്, ബ്ലോക്ക് നമ്പറിന്റെ വാല്യൂ 1 അല്ലേ. 1 എന്നും സി ഡേറ്റ എന്നും കയറ്റി കഴിഞ്ഞിട്ട് 1 എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്ത് 2 ആക്കി വെക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അത് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന കമന്റ് ലൈൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലാന്ന് കാണുകയാണെങ്കിൽ ഇഫ് ദർ ഇസ് എ സിമ്പൽ. ഇനി അടുത്ത ലൈൻ അല്ലേ നമ്മൾ നോക്കുന്നത്. യൂസ് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ തുടങ്ങുകയല്ലേ. അപ്പൊ അത് അവിടെ ലേബലിന്റെ ഫീൽഡിൽ സിമ്പൽ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഈ പറയുന്നത് കേട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രോസസ് ചെയ്യേണ്ട ഇതല്ലേ, ഈ ഇൻസ്ട്രക്ഷൻ അല്ലേ. ഇവിടെ ലേബൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇനി ലേബൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ഓൾറെഡി ഉള്ളതാണെങ്കിൽ എറർ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലേബൽ ഇൻസേർട്ട് ചെയ്യുന്നു. ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അല്ല, ഇൻക്രിമെന്റ് ചെയ്യല്ല, കറന്റ് ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ കയറ്റുന്നു സിമ്പിൾ ടേബിളിൽ. ക്ലിയർ ആയോ? ഞാൻ ഇവിടെ അഡ്രസ് അസൈൻ ചെയ്തില്ലേ. ഈ 0 അല്ലേ ഇപ്പൊ ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ. ആ 0 എടുത്ത് ഇതിന് അസൈൻ ചെയ്യുന്ന RET_ADR അല്ലേ. സിമ്പിൾ ടേബിൾ കേട്ടിട്ട് 0 എന്ന് വാല്യൂ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പം ഇനി അത് കഴിഞ്ഞ് ലേബിൾ കഴിഞ്ഞ പിന്നെ വരുന്ന RET_ADR കഴിഞ്ഞ ഓപ്കോഡ് അല്ലേ പ്രോസസ് ചെയ്യണ്ടേ, റിസർവേർഡ് അല്ലേ. അപ്പൊ റിസർവേർഡ് വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ് ടാബിൽ സെർച്ച് ചെയ്യുന്നു. ഓൾറെഡി ഉള്ളതാണെങ്കിൽ 3 ആഡ് ചെയ്യുന്നു ലൊക്കേഷൻ കൗണ്ടറിൽ. അപ്പൊ നമുക്ക് ആ വേർഡ് റിസർവ് ബൈറ്റ് എല്ലാം കാണുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാമാണ് ഈ പറയുന്നത് ഇവിടെ. അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. ഓപ്കോഡിന്റെ അവിടെ ഓപ് ടാബിലുള്ളതാണോ നോക്കുന്നു. ഓപ് ടാബിൽ ഇല്ലാത്തതാണേ വേർഡ് ആണോ റിസർവേർഡ് ആണോ റിസർവ് ബൈറ്റ് ആണോ ബൈറ്റ് ആണോ നോക്കുക. അത് അതിനനുസരിച്ചുള്ള ചെയ്യുന്നു. ലൊക്കേഷൻ കൗണ്ടറിലോട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ലൈന്, ഈ പറഞ്ഞ റീഡ് ചെയ്ത ലൈന് ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് എഴുതുന്നു. ഇത് പാസ്1 ആണ് പറയുന്നത്. അപ്പൊ അടുത്ത ലൈൻ റീഡ് ചെയ്യും. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈൻ അല്ലേ അടുത്തത് വരുന്നത്, ലെങ്ത് അല്ലേ വരുന്നത്. ഈ ലൈൻ റീഡ് ചെയ്യാം. അപ്പൊ അത് ആ വൈൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാന്ന്. അടുത്ത ലൈൻ ചെക്ക് ചെയ്യാം. അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ ടിൽ എൻഡയറക്റ്റ് ആവുന്നിടം വരെ ചെയ്യുന്നു. ഇനി ഈ പറയുന്ന എൻഡയറക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലാസ്റ്റ് ലൈൻ ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് എഴുതുക. ഇനി ലെങ്ത് ഓഫ് ഐ എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക് ആണോ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്
നമ്മുടെ ബ്ലോക്ക് ടേബിളില് ഇങ്ങനെ ഒരു ലെങ്ത് ഇല്ലേ? ഹലോ, ഇത് ലാസ്റ്റ് അതെങ്ങനെ ഇപ്പം ഈ ഡീഫോൾട്ട് ബ്ലോക്കിന് 066 ആ ലെങ്ത് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അതെങ്ങനെയാന്ന് വെച്ചാ ഇവിടെ ലാസ്റ്റ് യൂസ് ഇവിടെ അല്ലേ വന്നേ? പ്രോഗ്രാം ഇവിടെ തീരുകയാണ്. ഇവിടെ ഡീഫോൾട്ട് ബ്ലോക്ക് വന്നു. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എവിടം വരെ പോകും? ഇവിടം വരെയല്ലേ പോവുള്ളൂ. അപ്പൊ അടുത്തത് പിന്നെ അടുത്ത ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ് അല്ലേ തുടങ്ങുന്നേ? അത് കഴിഞ്ഞ് വേറെ യൂസ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഡീഫോൾട്ട് ബ്ലോക്കിന്റെ ഇതാണ്. ഇതൊരു ഓപ്പ് കോഡ് അല്ലേ? അപ്പൊ അത് +3 ചെയ്യുമ്പോ എത്ര വരും? 66 അല്ലേ? അപ്പൊ ലൊക്കേഷൻ കൗണ്ടറിന്റെ കറന്റ് വാല്യൂ 66 അല്ലേ? അപ്പൊ ഈ ഡീഫോൾട്ട് ബ്ലോക്കിന്റെ ലെങ്ത് ആയിട്ട് എന്ത് സ്റ്റോർ ചെയ്യാം? 66 എന്ന് സ്റ്റോർ ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സേവ് ലെങ്ത് ഓഫ് 5 ആസ് ലൊക്കേഷൻ കൗണ്ടർ ഓഫ് 5. അതല്ലേ ലാസ്റ്റ് കിട്ടുക. അപ്പൊ എല്ലാ ബ്ലോക്കിനും അതുപോലെ സേവ് ചെയ്യാം. അപ്പൊ എല്ലാ അങ്ങനെ മറ്റു ബ്ലോക്കുകളുടെ എല്ലാം ലെങ്ത് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അതാണ് ഈ ബ്ലോക്ക് ടേബിളിൽ. സി ഡേറ്റയ്ക്കാണ് 00B, സി ബ്ലോക്കിന്റെ ആണ് 1000. ഇത് മാത്രല്ലേ ഉള്ളൂ? 1000. അവിടെ ഒരു വാല്യൂ അല്ലേ വരുന്നേ? ആ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള അത് അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് അതിന്റെ കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ലെങ്ത് കിട്ടി. ഇനി പറയുന്ന അവര് അഡ്രസ് ഓഫ് 0 സ്റ്റാർട്ട്. ഇനി അഡ്രസ് ഇപ്പൊ 0th ബ്ലോക്കിന്റെ അഡ്രസ് എന്നായിരിക്കും? സ്റ്റാർട്ടിങ് അഡ്രസ് അല്ലേ? അതായത് നമ്മള് ഈ ഡീഫോൾട്ട് ബ്ലോക്കിന്റെ അഡ്രസ് 00 ആയിരിക്കും. അതല്ലായിരുന്നോ നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്? ഡീഫോൾട്ട് ബ്ലോക്കിന് അതായിരിക്കും. ഇനി ഇതിന്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ലൊക്കേഷൻ കൗണ്ടറിന് കിട്ടി. ഇനി അടുത്ത ബ്ലോക്കിന്റെ സി ഡേറ്റയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറയുന്നത് പ്രീവിയസ് ബ്ലോക്കിന്റെ അഡ്രസ് പ്ലസ് ലെങ്തും കൂടി കൂട്ടുന്നതായിരിക്കും ഈ വാല്യൂ. ക്ലിയർ ആയോ? ഇനി സി ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് എന്ന് പറയുന്നത് 66ഉം ഈ ലെങ്തും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ അഡ്രസ്. അത് എന്ത് അങ്ങനെ എടുക്കുന്നത്? നമ്മള് ഇപ്പം ഇത് ഈ ഒരു സിംഗിൾ പ്രോഗ്രാമിനെ നമ്മൾ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തല്ലേ? അപ്പൊ ഈ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തത് ഡീഫോൾട്ട് ബ്ലോക്കിൽ ഒരുമാതിരിപ്പെട്ട കുറെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ വരുന്നേ? ഇൻസ്ട്രക്ഷൻസ് അല്ലേ കൂടുതലും വരുന്നത്? സി ഡേറ്റ എന്ന് പറയുന്ന ബ്ലോക്കിൽ എന്താ ചെറിയ ചെറിയ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനല്ലേ? ബ്ലോക്ക് എന്ന് പറയുമ്പോ വലിയ വലിയ ബ്ലോക്ക്, വലിയ വലിയ ഏരിയാസ്, വലിയ ലാർജ് ഡേറ്റ ഏരിയസിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. ഈ ലാർജ് ഡേറ്റ ഏരിയസിനെല്ലാം വേറെ കുറച്ച് മാറ്റി വെക്കുന്നു. ചെറിയ ഡേറ്റനെ വേറൊരു സ്ഥലത്തോട്ട് ഇടുന്നു. അപ്പൊ നമ്മള് പ്രോഗ്രാം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടപ്പോ ആദ്യത്തെ ബ്ലോക്കിനെ ആദ്യം അങ്ങ് എടുത്തിട്ടു. മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ബ്ലോക്ക് അല്ല ഇവിടെ വന്നു. രണ്ടാമത്തെ ബ്ലോക്ക് ഇവിടെ വരുന്നു. മൂന്നാമത്തെ ബ്ലോക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നു. മനസ്സിലായോ? അങ്ങനെ അറേഞ്ച് ചെയ്തിടാനാ ഇങ്ങനെ ചെയ്യുന്നത്. അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്തു. എവിടെ കൊണ്ടിടണം എന്ന് പറയണ്ടേ? എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് ഈ ബ്ലോക്ക് ടേബിളിന്. അപ്പൊ ആ ബ്ലോക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതാണ് ഇവിടെ പറയുന്നത്. അത് ബ്ലോക്ക് ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ ഇടുന്നത് ഇങ്ങനെയാണ്. അഡ്രസ്സും ലെങ്ത് നേരത്തെ നമ്മള് ബ്ലോക്ക് നെയിമും ബ്ലോക്ക് നമ്പറും മാത്രമേ ബ്ലോക്ക് ടേബിളിൽ ആഡ് ചെയ്തുള്ളൂ. ഇങ്ങനത്തെ 2 കോളം ലാസ്റ്റിലാ കിട്ടുള്ളൂ. ഈ 2 കോളം ലാസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ആ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ആ അഡ്രസ്സും ലെങ്ത്തും ഓരോ ബ്ലോക്കിനും ഉള്ളത് ബ്ലോക്ക് ടേബിളിൽ എൻ്റർ ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഇതേ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അത്ര ക്ലിയർ അല്ല. ഇതിൽ 2-3 ലൈനേ ഉള്ളൂ. പാസ് ടു ഞാൻ പിന്നെ പറയാം കേട്ടോ. പാസ് 1 ക്ലിയർ അല്ലേ? ബ്ലോക്ക് ടേബിൾ കൺസ്ട്രക്ഷൻ ആണ്. പാസ് 2-ല് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് റിലേറ്റീവ് ടു ദി സ്റ്റാർട്ട് ഓഫ് ദി പ്രോഗ്രാം. അപ്പം നമ്മൾ ഈ ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് ഇല്ലേ, ഈ സ്റ്റാർട്ടിങ് അഡ്രസ്സിലോട്ട് അതിന്റെ റിലേറ്റീവ് അഡ്രസ് ആഡ് ചെയ്യുക. അതായത് ഇപ്പൊ 66-ലാണ് സി ഡേറ്റ തുടങ്ങുന്നതെങ്കിൽ ഈ സി ഡേറ്റയിലെ ഫസ്റ്റ് ലേബൽ ഇതല്ലേ, 066 ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന 3-ലല്ലേ? 066 പ്ലസ് 3 എത്ര കിട്ടും? 0669 അല്ലേ? അപ്പൊ ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് പ്ലസ് ഇതിന്റെ റിലേറ്റീവ് അഡ്രസ് എന്ന് പറയുന്ന 3, അത് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? കോഡ് സ്റ്റോർ ചെയ്യും. കേട്ടോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഒറിജിനൽ സോഴ്സ് കോഡാണ് ഇത്. അതിനെ നമ്മൾ മെമ്മറിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനായിട്ടാണ്, പല ബ്ലോക്കുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇനി ഈ പറയുന്ന മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാമാണ്. അപ്പോൾ ഒബ്ജക്ട് പ്രോഗ്രാം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ഒബ്ജക്ട് പ്രോഗ്രാമിൽ നമ്മുടെ ഈ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കണ്ടല്ലോ അല്ലേ? ഡീഫോൾട്ട് ബ്ലോക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത കോഡ് ഇവിടം വരെ അല്ലേ? അപ്പൊ അതിന്റെ ഒബ്ജക്ട് കോഡിന്റെ സ്ട്രക്ചർ കാണിക്കാം. കോഡ് കാണിക്കാവേ, ഇതിൻ്റെ അകത്ത് പറയുന്നില്ലേ ഇവിടെ വരാം. ഇവിടെ കണ്ടോണേ, ഇതാണ് ഒബ്ജക്ട് കോഡ്, പ്രോഗ്രാം ബ്ലോക്കിന്റെ ആ കോഡിന്റെ അതിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതല്ലായിരുന്നു കണ്ടേ? ഞാൻ ആ കോഡ് എടുക്കാം. 32035 അല്ലേ? കണ്ടോ? അപ്പൊ ഇതാണ് ഈ യൂസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷന്റെ ട്രാൻസ്ലേറ്റഡ് കോഡ്. കണ്ടല്ലോ? അപ്പൊ ഒബ്ജക്ട് കോഡ് ഫസ്റ്റ് ടെക്സ്റ്റ് കോഡില് കുറെ ലൈൻസ് ഓഫ് കോഡ് സ്റ്റോർ ചെയ്തു. ഇത് കഴിഞ്ഞിട്ടുള്ള കോഡ് സ്ഥലമില്ല, ഈ ടെക്സ്റ്റ് കോഡ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ടെക്സ്റ്റ് കോഡിൽ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അടുത്ത യൂസ് തുടങ്ങിയപ്പോ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, സ്പേസ് റിസർവ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നത്തെ യൂസ് വന്നാലും സ്പേസ് റിസർവ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, വാല്യൂ സ്റ്റോർ ചെയ്യാനൊന്നും ഇല്ലല്ലോ, ട്രാൻസ്ലേഷൻ കോഡ് ഇല്ല. ഇനി യൂസ് വരുന്ന ഇവിടെ അല്ലേ? അപ്പൊ അത് വേറൊരു യൂസ് ആയിട്ട് തുടങ്ങുന്നോണ്ട് ഒരു യൂസ് കണ്ടാൽ നമ്മൾ പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് കൺസ്ട്രക്ട് ചെയ്ത് അവിടെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ലൈൻസ് ഓഫ് കോഡും സ്റ്റോർ ചെയ്യാം. അപ്പൊ P410 എന്നുള്ളത് പുതിയ ടെക്സ്റ്റ് റെക്കോർഡിൽ കാണാം. കണ്ടോ? കണ്ടോ? ഡിഫോൾട്ടിന്റെ ഒരു ടെക്സ്റ്റ് റെക്കോർഡായിട്ട് മാറ്റി വേറെ, അതായത് ഓരോ യൂസ് കാണുമ്പോ പുതിയൊരു ബ്ലോക്ക് വരുന്നെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് അവർക്ക് പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് ഉണ്ടാകും. പക്ഷെ ഇവിടെ വെച്ച് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അടുത്തൊരു എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഇനി P410 ഇവിടുത്തെ ലൈൻ ഓഫ് കോഡ് കഴിഞ്ഞ് ഇവിടെ അല്ലേ വരുന്നേ? യൂസ് കണ്ടോ? അതിന് മുമ്പായിട്ടുള്ള വാല്യൂ ഇതല്ലേ? 4F00 അല്ലേ? അപ്പൊ അതിന്റെ ടെക്സ്റ്റ് റെക്കോർഡിന്റെ പൊസിഷൻ കാണിക്കാം. 4F00 കണ്ടോ?
ഇത് കഴിഞ്ഞ് വരുമ്പോ അടുത്ത ബ്ലോക്ക് തുടങ്ങുക. പക്ഷെ ഇവിടെ സ്ഥലം ഉണ്ടായിട്ടും എന്താ വേറൊരു ടെക്സ്റ്റ് റെക്കോർഡിലല്ലേ അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതിയേ. സി ഡേറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാ. അപ്പൊ ഇവിടെ മാത്രമേ ട്രാൻസ്ലേറ്റഡ് കോഡ് ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ അവിടെ സ്റ്റോർ ആവുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞ് അടുത്തതും ഒരു യൂസാ വരുന്നത്. അപ്പൊ അതില് B410 അല്ലേ, അപ്പൊ അതിനും പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് കണ്ടോ. അതായത് യൂസ് എന്ന് പറയുന്ന ഡയറക്ടറി കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാം ബ്ലോക്കില് പുതിയ ടെക്സ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിലോട്ടായിരിക്കും പുതിയ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ എഴുതുക. ഇങ്ങനെ ആയിരിക്കും ഒബ്ജക്ട് പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഒരു ബ്ലോക്കിൻ്റെത് ഒരു ടെക്സ്റ്റ് റെക്കോർഡായിട്ട് ഓരോ ബ്ലോക്കിന് ഓരോ പുതിയ ടെക്സ്റ്റ് റെക്കോർഡിലായിട്ടായിരിക്കും ലൈൻസ് ഓഫ് കോഡ് എഴുതി തുടങ്ങുക. ഇവിടെ ഈ പറയുന്ന ലൈൻ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു ഇത് സ്റ്റോർ ചെയ്യാൻ, പക്ഷെ അത് വേറൊരു ബ്ലോക്കിലായോണ്ട് അത് പുതിയൊരു ടെക്സ്റ്റ് റെക്കോർഡ് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇതാണ് പ്രോഗ്രാം ബ്ലോക്ക്. അത്രേ ഉള്ളൂ. അത് പ്രോഗ്രാം ബ്ലോക്ക് ഇപ്പൊ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഈ അൽഗോരിതം കൂടി പറയാനുണ്ടായിരുന്നു, അത് അതിന്റെ അതില്ല അതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോയത്. കൺട്രോൾ സെക്ഷൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് കൺട്രോൾ സെക്ഷൻ അത്രേ ഉള്ളൂ. അപ്പം ഈ അൽഗോരിതം ഇത്രയും വന്നു. അപ്പം നമ്മുടെ തേർഡ് മോഡ്യൂൾ തീർന്നേ. ഞാൻ ലാസ്റ്റത്തെ ടോപ്പിക്ക് ഞാൻ നോട്ട് തന്നേക്കാം. നോട്ട് ഞാൻ ഇവിടെ കോളേജിൽ നിന്ന് എടുത്തു തരാം, ഇച്ചിരി കൂടി ഓർഡറിലാക്കി തരാം. മാത്സ് അസംബ്ലർ നിങ്ങൾക്ക് KQ നോട്ട്സിന് എടുത്ത് എഴുതിയാലും മതി, അസൈൻമെന്റ് ആയിട്ട് നോക്കി എഴുതിയാൽ മതി. ആ അത് മാത്രം. പിന്നെ അതിനകത്ത് മിസ് ഒരു ഇടയ്ക്കൊരു ഡൗട്ട് ചെറിയ, കാരണം നമ്മൾ ആ ഒരു 2 ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഒരു എൻഡ് പറഞ്ഞില്ലായിരുന്നു ഈ ഒരു അൽഗോരിതം. അത് ഇതിപ്പം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ടല്ലോ സാർ? ഇല്ല ഇല്ല, ഞാനിത് ജസ്റ്റ് ബ്ലോക്ക് ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു പറഞ്ഞേ ഉള്ളൂ. അപ്പം ബ്ലോക്ക് ടേബിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അൽഗോരിതമായിട്ട് ഞാൻ പിന്നെ ടെക്സ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതിന് വലിയ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് കേട്ടോ, പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഞാനങ്ങ് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങള് അത്രയും പഠിക്കൊന്നും വേണ്ട, വെറുതെ എല്ലാം കൂടി കൊളവാക്കണ്ട കേട്ടോ. ബാക്കിയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ മതി. മറ്റേ അൽഗോരിതം പഠിക്കണേ, ആദ്യം പറഞ്ഞ അൽഗോരിതം. വേറെ പറഞ്ഞു തരാൻ കാര്യമുണ്ടോ എന്തേലും ഈ മൊഡ്യൂളില് ചേർത്ത്? ഇപ്പം പ്രോഗ്രാം ബ്ലോക്ക് കുഴപ്പമില്ലല്ലോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. വായിച്ചാലേ ഉള്ളൂ. കണക്ട് പഠിക്കണം. ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യണം. കാരണം ഫോർമാറ്റ് ഒക്കെ SIC XCയുടെ ഒക്കെ ഫോർമാറ്റ് ഒക്കെ കുഴപ്പമില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അസൈൻമെന്റ് ചെയ്ത SIC പ്രോഗ്രാം അല്ലായിരുന്നു അത്? ഫസ്റ്റ് അസൈൻമെന്റ് അല്ലേ സർ? പ്രോഗ്രാം ഫസ്റ്റ് അസൈൻമെന്റ്. അപ്പൊ SIC വെച്ചുള്ള ക്വസ്റ്റ്യനില് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു സപ്ലിമെന്ററി പേപ്പറിൽ ചോദിച്ചതാണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്നാന്നറിയോ, ഇതിന്റെ ഒന്നും ഓപ്കോഡ് തന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ടെക്സ്റ്റിൽ നിന്ന് എടുക്കണം. ഹെക്സാഡെസിമൽ കോഡ്, ഓപ്കോഡിന്റെ വാല്യൂ എക്സാ കോഡ് തന്നിട്ടില്ല. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ഇല്ലല്ലോ, ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആരാ ഓർക്കുന്നത്? അതിന്റെ സ്കീമാണ് അത്, ട്രാൻസ്ലേറ്റ് ചെയ്ത വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വാല്യൂ തന്നിട്ടില്ല ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പറില്.
പക്ഷെ സ്കീമിലുണ്ടല്ലേ? സ്കീമിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അഡ്രസ്. SIC ബാർ HCയും ചോദിക്കാം. അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ് മോഡാണ്. ഇൻഡെക്സ്ഡ് അഡ്രസ് മോഡാണ് ഇവിടെ യൂസ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പതിന് കാണുമല്ലോ. രണ്ടാൾക്കൊന്നും പഠിച്ച് തേർഡ് മോഡ്യൂളിൽ ഏതെങ്കിലും ടോപ്പിക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറയേ. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത പോർഷൻ ആണ് ഇതൊക്കെ. ഞാൻ അൽഗോരിതം പറയാൻ വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി അതെല്ലാം ആദ്യം മുതൽ എടുത്തത് കേട്ടോ. അധികം വായിക്കാനൊന്നും ഇല്ല, ഇതൊക്കെയുള്ള ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഫുള്ള് കണക്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. എല്ലാത്തിന്റെ അകത്ത് ആ ഓപ്പോഡ് വേർഡ് ആഡ് ചെയ്യുന്നു, അതാണ് മെയിൻ സാധനം. പഠിച്ചു വെച്ചാൽ മറക്കുകയല്ല. എന്തായാലും എല്ലായിടത്തും അത് എഴുതി വെച്ചത്, അതെല്ലായിടത്തും. ശരിയാണ്, എന്റെ ക്ലാസ് ഭയങ്കര. Okay, miss. Thank you.